ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിങ്നൂസ് കിച്ചൺ. ഇന്നത്തെ വീഡിയോ സദ്യ സ്പെഷ്യൽ കാളൻ റെസിപ്പിയാണ്. നമുക്ക് സദ്യയ്ക്ക് വേണ്ടിയിട്ട് കാളൻ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓളും കൂടി കൊടുത്തേക്കുക. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. കാളൻ റെസിപ്പിക്ക് വേണ്ട 2 വെജിറ്റബിൾസ് ആണ്. ഒന്നെന്ന് പറയുന്നത് ഏത്തക്കായും മറ്റൊന്ന് ചേനയുമാണ്. അപ്പോൾ ഞാനിവിടെ ഏത്തക്ക തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. നമ്മൾ ഏത്തക്ക കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം ഒരേ സൈസിന് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതേപോലെ ഒരു ചെറിയ ചെറിയ പീസസ് ആയിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഒരേ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതിനെടുത്തതിന് ശേഷം അതിൽ കറയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് അതിൽ ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇതേപോലെ ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് നിങ്ങൾ ഇതേപോലെ വെച്ചേക്കുക. 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ചെടുത്താൽ മതി. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ കായെല്ലാം ഒന്ന് മഞ്ഞ ഉപ്പ് ഇട്ടിച്ചിരുന്ന വെള്ളത്തിൽ നിന്ന് മാറ്റി കഴുകിയെടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ചേനയാണ്. അപ്പോൾ ഒരു 150 ഗ്രാമിനും വേണ്ടിയിട്ട് ഞാൻ ചേന ഇവിടെ എടുത്തിട്ടുണ്ട്. അതും നമ്മൾ ഏത്തക്ക അരിയണ പോലെ അതേ ഒരു സൈസിന് തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് എടുക്കുക. കാര്യം രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് വേവിക്കാനുള്ളതാണ്. അതുകൊണ്ട് ചേന വലിയ സൈസും ഏത്തക്ക ചെറിയ സൈസും ആയി പോകരുത്. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ഒന്ന് ചേന കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഏത്തക്കായും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റൗ ഓൺ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണിന് വേണ്ടി മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. 1/4 ടീസ്പൂണിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യുക. അതൊന്നൊരു ഹാഫ് കുക്കായി വരുന്ന ടൈമിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പിനടുപ്പിച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മാറ്റുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്യുവാണ്. ഒരു 3 പച്ചമുളകും കൂടി. ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി ആഡ് ചെയ്യുക. ഒരുപാടായി പോരുത്. നല്ല പേസ്റ്റ് മാതിരി ഇതൊന്ന് അരച്ചെടുക്കുക. കണ്ടോ, ഇതേപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് കിട്ടണം. നിങ്ങൾ അരയ്ക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് അരച്ചെടുത്താലും മതി കേട്ടോ. വെള്ളം കൂടി പോകരുത് നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ. ചേനയും കായും കൂടി വേവിക്കാൻ വെച്ചിരുന്നപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരപ്പ് ആഡ് ചെയ്യുന്ന ടൈമിൽ മഞ്ഞ നമ്മൾ മിക്സ് ആകുമ്പോഴത്തേക്കും മനസ്സിലാവും മഞ്ഞയുടെ അളവ് കുറവാണോ കൂടുതലാണോ എന്ന്. അപ്പോൾ കുറവാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ആഡ് ചെയ്തേക്കുക, നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അത് മതിയാവും. കാരണം ഇപ്പോൾ തന്നെ നല്ല കളറുണ്ട്. കേടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു യെല്ലോയിഷ് കളർ നമുക്ക് കിട്ടേ. ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ അരപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് അതിൻ്റെ നമ്മൾ ആഡ് ചെയ്ത കൂട്ടെല്ലാം ഒന്ന് വേകണം. പച്ച സ്മെല്ല്, തേങ്ങയുടെയൊക്കെ പച്ച സ്മെല്ലൊന്ന് മാറി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ടു ലോക്ക് ഇടയ്ക്ക് ഇട്ടിട്ട് നിങ്ങളിതൊന്ന് ചൂടാക്കുക. ഇതൊന്ന് നന്നായിട്ട് കുറുകി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ ബൗളിൽ കുറച്ച് കേട് എടുത്തിട്ടുണ്ട്. നല്ല കട്ടി കേടാണ്. അപ്പോൾ അതിന് നമ്മൾ ഒന്ന് ലിക്വിഡ് ആക്കിയതിന് ശേഷം ഒന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലിക്വിഡ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കേട് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഇത് ഒരുപാട് തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം മാറ്റി വയ്ക്കുക. കണ്ടോ, ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കായും ചേനയും കൂടി ഒന്ന് അടച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. വേണമെന്നെങ്കിൽ ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കടുക് ഞാൻ വറുക്കുകയാണ്. ഒന്ന് എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ആഡ് ചെയ്യുവാണ്. ഉലുവ ഇഷ്ടമല്ലാത്തൊരു ഇതൊന്ന് സ്കിപ്പ് ചെയ്തേക്കാം.
സാധാരണ കാളനിൽ ഉലുവ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ കടുക് വറുക്കുമ്പോഴത്തേക്കും. ഇവിടെ തന്നെ എനിക്കിഷ്ടമാണ് ഉലുവ ആഡ് ചെയ്യുന്നത്, പക്ഷേ ഹസ്ബൻഡിന് ഇഷ്ടമല്ല. സോ അതൊന്ന് സ്കിപ്പ് ചെയ്തേക്കുക ഇഷ്ടമില്ലാത്തവർ. ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുവാണേ. ഇത് കാളനിലേക്ക് ഞാൻ ഒഴിക്കുക. കാളൻ നിങ്ങൾ നല്ല കുറുകി തന്നെ എടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിത് വാഴയിലയിൽ സദ്യക്കൊക്കെ വിളമ്പുമ്പോഴത്തേക്ക് അത് ഒലിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് കാളൻ നിങ്ങൾ ഒട്ടും വെള്ളമായിരിക്കരുത്, നല്ല കുറുകി തന്നെ എടുക്കാം. കാളൻ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല കട്ടിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നല്ല കളറും ഒക്കെ ഉണ്ട്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കാളന് ആ ഒരു നമ്മൾ പെപ്പറൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു എരിവും കിട്ടും, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. കേടൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇത് നമുക്ക് ഒരു 2-3 ദിവസം വേണമെങ്കിൽ വെച്ചിരുന്ന് കഴിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ കേട് ആഡ് ചെയ്തിട്ടുള്ളതൊക്കെ നിങ്ങളിപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന ടൈം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസമേ ഉണ്ടാക്കി വയ്ക്കാം. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ അത് ചീത്തയാവത്തൊന്നുമില്ലേ. ഞാനപ്പോൾ ഇതൊന്ന് സ്പൂണിൽ കോരി കാണിക്കാം. കണ്ടോ, ഈ ഒരു ഫോമിൽ നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കണം. അപ്പം നിങ്ങൾ ഇനി സദ്യക്കൊക്കെ കാളൻ ഉണ്ടാക്കുമ്പോൾ ഈ റെസിപ്പി ഫോളോ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.